ഞാനൊരു ഇന്റർവ്യൂവിന്റെ ഭാഗമായി ഒരു കാര്യം തുറന്നു പറയുകയുണ്ടായി. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ സമീപനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ തുറന്നു പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും ഒരു പ്രസ്ഥാനത്തെ വേദനിപ്പിക്കേണ്ട, ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല. ആരെയും വേദനിപ്പിക്കണമെന്നോ ആരെയും തകർക്കണമെന്നോ ആയിരുന്നില്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ധാർമ്മികതയോടെ അവർ മുന്നോട്ട് പോകണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിച്ചത്. പേര് പറയുകയോ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നേരെ വൻ തോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത്. എന്നെ കുറിച്ച് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല. അത്രയധികം മോശമായ കാര്യങ്ങളാണ് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇത് താങ്ങാൻ കഴിയില്ല. പക്ഷെ ഞാനത് താങ്ങി. ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിച്ചത് എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ നേരത്തെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ എനിക്ക് ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. 2 മെസ്സേജ് അയച്ചു, കുറച്ച് മെസ്സേജുകൾ അയച്ചു, അത് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി നിരന്തരമായി പല സ്ത്രീകളെയും ഇങ്ങനെ ട്രാപ്പിലാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമാണോ ആലോചിക്കേണ്ടത്? ഞാൻ എൻ്റെ മറ്റു സഹോദരിമാരെ കുറിച്ചും ഒന്ന് ആലോചിക്കണ്ടേ? ഇത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇതുപോലെയുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഞാനും കൂടി സഹായകമാകണമോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. ആരെയും ഉപദ്രവിക്കാനല്ല, ആരെയും തകർക്കാനല്ല. ആ വ്യക്തി നവീകരിക്കപ്പെടണം. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം, സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരായിരിക്കണം, ധാർമ്മികതയോടെ മുന്നേറുന്നവരായിരിക്കണം എന്നൊരൊറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ചല്ല. ഏത് പ്രസ്ഥാനത്തിലെയും ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയത്തിൽ വരുന്ന യുവജനത എല്ലാവർക്കും വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ജനതയായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ്. ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന്, CPM-മായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ. ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം വീണ്ടും ഇത് വെച്ച് അവരിനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട്. എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത്, അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയത് കൊണ്ടാണ് ഇവിടേക്ക് വന്നത്. എന്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ നേരിടുമ്പോൾ കൂടുതൽ തീവ്രമായ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അവർക്ക് ഈ പൊതുസമൂഹത്തോട് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഇത്തരം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവരെ ഏതെല്ലാം വിധത്തിൽ ഭീഷണിപ്പെടുത്തും, ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും, അവരെ കൊല്ലാൻ പോലും ശ്രമിക്കുമോ എന്ന ഭയമാണ്. പല പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടും പല രീതിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ കണ്ണീര് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു. പലരും വിളിച്ചിട്ട് നിർത്താതെ കരയുകയാണ്, അവർ അനുഭവിച്ച വേദനകൾ പങ്കുവെക്കുകയാണ്. പക്ഷെ അവരോട് ഞാൻ പറയുമ്പോൾ, പുറത്തിറങ്ങി നിങ്ങൾ പറയൂ, പരാതി കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ്. എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരം സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ അത് ദുരുപയോഗം ചെയ്യുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഈ പെൺകുട്ടികൾ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം, അവർക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന വലിയ സൈബർ അറ്റാക്കാണ്. അവരെ ഏതെല്ലാം വിധത്തിൽ അവരുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യും, ഏതെല്ലാം വിധത്തിൽ അവരെ കുറിച്ച് മോശമായി സംസാരിക്കും എന്നുള്ള ഭയം. സൈബർ അറ്റാക്ക് മാത്രമല്ല, ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം നേരിട്ടാൽ അത് സമൂഹത്തിൽ നിന്ന് വന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ത്രീ ഒരു റേപ്പ് നേരിട്ടാൽ, ഒരു ബലാത്സംഗം, ഒരു പീഡനം നേരിട്ടാൽ
അത് സ്ത്രീകൾക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അവൾ മോശക്കാരിയാകും, അവൾ പുറത്തിറങ്ങി നടന്നിട്ടല്ലേ, അവൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടല്ലേ എന്നെല്ലാം അവളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ സമൂഹം പോലും പോകുന്നത്. സൈബർ അറ്റാക്കിന് പിന്നെയും നമുക്ക് മറികടക്കാം. പക്ഷെ നമ്മൾ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും അവൾക്ക് വീട്ടിൽ പോലും പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. നീ എന്തിനാ അങ്ങനെ പോയി, നീ എന്തിനാ അങ്ങനെ വിശ്വസിച്ചു. എവിടെയും സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുന്ന, വിചാരണ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മുടെ സമൂഹം പോകുന്നത്. അതിൽ കൃത്യമായ മാറ്റം ഉണ്ടാകും. ഒരു പെൺകുട്ടിക്ക് അങ്ങനെ അബദ്ധം പറ്റിയാൽ, ചിലപ്പോൾ ഒരു പെൺകുട്ടി പ്രേമത്തിൽ വീണു പോയതായിരിക്കും, ഒരു അബദ്ധം പറ്റിയതായിരിക്കും, അതിനെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ ബുള്ളിങ് നമ്മൾ വിചാരിക്കും ചിലരിങ്ങനെ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു സംഘടിത ശക്തിയുണ്ട്. ആ സംഘടിത ശക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ വീണ്ടും അരക്കത്ത് നിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായിക്കാം എന്ന ഉദ്ദേശമാണ്. പൊതുരംഗത്ത് വരുന്ന സ്വന്തമായി അഭിപ്രായങ്ങളുള്ള, കഴിവുകളുള്ള സ്ത്രീകളെ വേണ്ട, അവർ വീട്ടിലേക്ക് ഒതുങ്ങിക്കോട്ടെ എന്ന് കരുതുന്ന ചില സംഘടിത ശക്തികൾ ഇവിടെ ഈ സൈബർ ഗുണ്ടകളായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പറയുന്ന ഏതൊരു സ്ത്രീക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. എനിക്കൊരു പ്രശ്നം റേസ് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രശ്നം ഞാൻ റേസ് ചെയ്താൽ പോലും എന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ. ഇത് കാണുമ്പോൾ മറ്റുള്ള പെൺകുട്ടികൾ വിചാരിക്കും, എന്തിന് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം, എന്തിന് അഭിപ്രായങ്ങൾ പറയണം, എന്തിന് പൊതുരംഗത്ത് നിൽക്കണം എന്നെല്ലാം ചിന്തിക്കും. ഇങ്ങനെ ഒരു സംഘടിത ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അതായത് സ്ത്രീകൾ മുന്നോട്ട് വരരുത് എന്ന് ചിന്തിക്കുന്ന ചില ശക്തികളുണ്ട്. അവർ തന്നെയാണ് സ്ത്രീകൾക്ക് എതിരെയുള്ള ഈ സൈബർ അറ്റാക്കുകൾ കൂട്ടമായി അഴിച്ചുവിടുന്നത്. അതിന് ഇരകളാകുന്നവർ പ്രായഭേദമന്യേ എല്ലാവരും ഇരകളായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികളടക്കം, 10 വയസ്സുള്ള ഒരു കുട്ടി കുറിച്ച് ഗൗരവത്തോടെ സംസാരിച്ചാൽ അവളടക്കം സൈബർ അറ്റാക്കിന് വിധേയമാണ്. 93 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു കാര്യം, ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും അവൾ സൈബർ അറ്റാക്കിന് വിധേയരാകും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുരുഷന്മാർ ഒരു അഭിപ്രായം പറയുമ്പോൾ ശരിയാണ്, കുറെ വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും പുരുഷന്മാരുടെ അഭിപ്രായങ്ങൾക്കും വിയോജിപ്പുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പുരുഷന്മാർ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, സ്ത്രീകൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു വൻതോതിലുള്ള ഒരു സൈബർ അറ്റാക്ക് നേരിടുന്നില്ല എന്നുള്ളതാണ് സത്യം. പുരുഷന്മാർക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടല്ലോ എന്നാണ് ഈ ശക്തികൾ തന്നെ വിചാരിക്കുന്നത്. പക്ഷെ സ്ത്രീകളുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഒന്നിച്ചു നിന്ന് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് നടത്തുന്നത്. അതോടെ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾ ഒരു കാരണവശാലും ഇതിൽ തളർന്നു പോകരുത്. ഇത് കണ്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മടിക്കരുത്, നിങ്ങൾ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാൻ